Welcome to Indus Talks. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ അതിലാണ് നമ്മൾ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും നമ്മൾ ടിബിലിസിയ അതായത് ക്യാപിറ്റൽ ഓഫ് ജോർജിയയുടെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇതെന്ന് പറയുന്നൊരു ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ SCU കണ്ട് എല്ലാം കണ്ടു. അപ്പോൾ കുറച്ചും കൂടി വലിയ യൂണിവേഴ്സിറ്റിയാണ്, കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടുക, എങ്ങനെയാണ് ജോർജിയത്തെ പ്രൊസീജിയർ, നമുക്ക് വെറുതെ അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല. ജോർജിയയിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. ആ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടി കിട്ടും. പിന്നെ പറയുന്നത് ഇവിടെ ജോർജിയയിൽ പറയുന്നത് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് MBBSന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി ചീപ്പായിട്ട് ഇവിടെ വന്ന് പഠിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇനിയുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ പറയാം. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ക്യാമ്പസ് ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമുക്കൊന്ന് എൻ്റർ ചെയ്താലോ. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഇൻഫ്രുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഇപ്പം നമ്മൾ കാണുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ എൻട്രൻസ് ആണ്. ആ റെഡ് പോർഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എൻട്രൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് നാട്ടിൽ അത്രയും എക്സ്പെൻസായിട്ട് നമുക്ക് MBBS പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കുള്ള നല്ലൊരു ഓപ്ഷനാണ്. വിത്ത് ഒരു അബ്രോഡ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മളെ ലൈഫിലൊക്കെ എല്ലാവരും ആഗ്രഹിക്കണ ഒരു കാര്യമാണല്ലോ നമുക്ക് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ട് ജോർജിയ MBBS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സേഫസ്റ്റ് കൺട്രിയും കൂടിയാണ്, നല്ലൊരു കൺട്രിയാണ് ജോർജിയ പറയുന്നത്. അപ്പം നിങ്ങളെന്തായാലും ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ എല്ലാ അതുപോലെ ക്ലാസ് റൂംസ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതിൽ ക്യാൻറ്റീൻ ഏരിയാസും എല്ലാ ഏരിയാസും ഇതിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയും ഒന്ന് കണ്ടു നോക്കുക.
ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ് ടോക്ക് ചാനലിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ വീഡിയോസിലും നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ യു എയിലുള്ള കാൻഡിഡേറ്റ്സിന് അറിയാലോ, നമുക്ക് ഡയറക്റ്റ് എൻട്രി റെസിഡൻസ് വിസക്കാർക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ജോർജിയയ്ക്ക്. അപ്പോൾ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പോകാറുണ്ട്. അപ്പോൾ യു എയിലുള്ള കാൻഡിഡേറ്റ്സിന് ഇവിടുത്തെ സാർമാരായിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ യു എ നമ്പറും കൊടുക്കാം. അപ്പോൾ കോൺടാക്റ്റ് ചെയ്തോളൂ, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും സാർമാർ ഷെയർ ചെയ്ത് തരും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.